ഉറ്റ സുഹൃത്തുക്കൾ മരണത്തിലും ഒരുമിച്ച് മരിക്കുന്നത് ഒരുപാട് വാർത്തകളുണ്ടെങ്കിലും ഓരോ വാർത്തയും നമ്മൾക്ക് അങ്ങനെ വേദനിപ്പിക്കുന്ന ഒന്നായി മാറാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. ഉറ്റ സുഹൃത്തുക്കൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ മരിച്ച വാർത്തകൾ ഇരു കുടുംബത്തിനും മാത്രമല്ല, ഇവരുടെ മറ്റു സുഹൃത്തുക്കൾക്കും വളരെയധികം തന്നെ സങ്കടമുളവാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ കൊട്ടിയത്ത് നിന്നാണ് അത്തരത്തിലൊരു ദുഃഖവാർത്ത പുറത്തു വരുന്നത്. നിർമ്മാണം പൂർത്തിയായ ഉയരപ്പാതയിലുണ്ടായ അപകടത്തിൻ്റെ ഞെട്ടലിലാണ് ഉമയനല്ലൂർ പട്ടരുമുക്ക് നിവാസികൾ എന്ന് പറയാം. സമീപത്തെ കടയിൽ ചായ കുടിച്ചുകൊണ്ട് നിന്നവരും പട്ടരുമുക്ക് ജംഗ്ഷനിൽ ഉണ്ടായിരുന്നവരും വലിയ ശബ്ദം കേട്ട് ഇവിടേക്ക് ഓടിയെത്തുമ്പോൾ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അവർക്കെല്ലാവർക്കും സങ്കടമാകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ. സമീപത്തെ കടയിൽ ചായ കുടിച്ചുകൊണ്ട് നിന്നവരും പട്ടരുമുക്ക് ജംഗ്ഷനിൽ ഉണ്ടായിരുന്നവരുമാണ് അതറിഞ്ഞതാദ്യം. പാർക്ക് ചെയ്തിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറി തകർന്ന് തരിപ്പണമായ ഒരു കാറിനുള്ളിൽ കുടുങ്ങിക്കിടന്നവരുടെ കാറിനും ലോറിക്കും ഇടയിലായപ്പോൾ ലോറി ഡ്രൈവറുടെ നിലവിളി ശബ്ദങ്ങൾ മാത്രം പിന്നീട് കേൾക്കാം. കാർ അമിത വേഗത്തിലാണ് കടന്നുപോയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറി 2 യുവാക്കളാണ് മരിച്ചത്. ലോറിക്ക് മുന്നിൽ നിന്ന ബീഹാർ സ്വദേശിയായ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. പരവൂർ കലയ്ക്കോട് പ്ലാവിള തെക്കതിൽ ഷാജിയുടെയും ജാസ്മിൻ്റെയും മകൻ ചാൾസ് ഷാജി, പരവൂർ കലയ്ക്കോട് തൊടിയിൽ വീട്ടിൽ സ്ട്രീക്കിൻ്റെയും എലിസബത്തിൻ്റെയും മകൻ സാൻജോ സി ലൂയിസ് എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി തൊഴിലാളിയായ ഡ്രൈവർ ചന്ദ്രശേഖർ പ്രസാദിനാണ് ഇരു കാലുകൾക്കും പരിക്കേറ്റത്. അദ്ദേഹത്തിന് 55 വയസ്സാണ്. അതായത് ഞായറാഴ്ച വൈകിട്ട് 3-ന് ഉയരപ്പാതയിൽ പട്ടരുമുക്കിലാണ് ഈ അപകടം ഉണ്ടായതെന്ന് കൃത്യമായി തന്നെ എല്ലാവരും ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. 1 മാസം മുൻപ് തുറന്ന ഒരു പാതയാണിത്. കൊട്ടിയം ഭാഗത്തു നിന്ന് കൊല്ലത്തേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളം കൊണ്ടുപോകുന്ന ലോറി വഴിയിൽ നിർത്തിയിട്ട ശേഷം ഗ്ലാസ് വൃത്തിയാക്കുകയായിരുന്നു ഡ്രൈവർ. ചാൾസിനെയും സാൻജോയെയും നാട്ടുകാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. മേവറത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഉറ്റ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ യുവാക്കൾ മരണത്തിലും ഒന്നിച്ചു തന്നെയാണ് പോയത്. കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് ചാൾസും സാൻജോയും. എവിടെ പോയാലും ഒരുമിച്ചായിരുന്നു. ഇരുവർക്കും അങ്ങനെ പ്രത്യേകം സുഹൃത്തുക്കളില്ല. പരസ്പരം ഡ്രസ്സുകൾ കൈമാറിയിരുന്നു, ഷൂസുകൾ കൈമാറിയിരുന്നു, എല്ലാം ഒരുപോലെ ഉപയോഗിച്ചിരുന്നു. സുഹൃത്തുക്കളെക്കാൾ ഉപരി സ്വന്തം സഹോദരങ്ങളെ പോലെയായിരുന്നു ഇരുവരും ജീവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വേർപാട് അവരുടെ ബന്ധുക്കളെയും വളരെ അടുപ്പമുള്ളവരെയും എല്ലാവരെയും വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള പ്രതികരണം വരുമ്പോൾ തന്നെ മനസ്സിലാകുന്നു.